ഹലോ ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസിലാണെങ്കിൽ ഇന്ന് നമ്മുടെ തലപതി വിജയ് വരുവാണ് ഗൈസ്. എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഗൈസ്. നാളെ, അതായത് 9-ാം തീയതി ആണെങ്കിൽ നമ്മുടെ ജനനായകൻ്റെ റിലീസാണ് ഗൈസ്. നമ്മുടെ ജനനായകൻ്റെ റിലീസാണ് ഗൈസ്. ജനനായകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. അതായത് നമ്മുടെ ജനനായകനാണ് നമ്മുടെ വിജയുടെ അവസാനത്തെ സിനിമ, 69-ാമത്തെ സിനിമ. അത് കഴിഞ്ഞാൽ നമ്മുടെ വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമെന്നാണ് ഗീസ് പറയുന്നത്. സോ നമുക്ക് വിജയിനെ വരവേൽക്കാനായിട്ട് നമ്മളാണ് ഗീസിന് പോകുന്നത്. എങ്ങനെയാണോ പോകുന്നത്, ഞാൻ പണ്ടൊരു വശം പോയിട്ടുണ്ട് ഗീസ്. അത് ഓർമ്മിപ്പിക്കല്ലേ. സോ നമുക്കിവിടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം ഗീസ്, എന്നാലേ വിജയ്ക്ക് മറ്റേ പ്രൊട്ടക്ഷൻ പോലത്തെ സംഭവമൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട് പോയിരിക്കുക, അതുകൊണ്ടാണ് ഗീസ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലാണ് ഗീസ് പോകുന്നത് വിജയുടെ അടുത്തോട്ട്. എല്ലാവരും ചിരിച്ചു ഗീസ്, കാരണം ഞാനിതെല്ലാവരും പറഞ്ഞിട്ട് ആണ് ഗീസ് ഇട്ടത്. കൂടാതെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ് ഗീസ്. ഇന്നല്ല, നാളെ നമ്മുടെ ഷിൻചാൻ്റെ ബർത്ത്ഡേ ആണ് ഗീസ്. എനിക്ക് നാളെ കണ്ടു. അതാണ് ഗീസ് നമ്മൾ പണ്ടൊരു പ്രാവശ്യം ഇതുപോലെ വിജയ് വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഗീസ്. പക്ഷേ നമുക്ക് ഒത്തിരി നേരം നിൽക്കാനോ അങ്ങനെയൊന്നും കിട്ടിയില്ലായിരുന്നു. ഷിൻചാൻ നമ്മുടെ മൗണ്ട് ചിലിയാടിലാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ പരിപാടി ആയതുകൊണ്ട് ട്രെവറിൻ്റെ വീട്ടിലോട്ട് വന്ന കേസ്. ഇവിടെ ട്രെവർ ഇത് കണ്ട കേസ്, വലിയൊരു വീടാണ്. പിന്നെ നമ്മുടെ അണ്ണൻ്റെ സ്പീച്ച്, ഓഡിയോ ലോഞ്ചും പ്രൊമോഷനും എല്ലാം ലോസ് ആൻഡോസിൽ നമ്മുടെ ഇവിടെ നടത്തണമെങ്കിൽ നമ്മളെല്ലാവരും അതിനു വേണ്ടിയാണ് കേസ്. പിന്നെ നമ്മുടെ ട്രെവർ ഉണ്ടല്ലോ, ട്രെവറും മൈക്കിളും കൂടെയാണ് ഇത് പിടിച്ചു തന്നത്. പിന്നെ ഇവന്മാർ രണ്ടും ഇപ്പോൾ വരുമായിരിക്കും കേസ്. എടാ മച്ചം, ഒന്ന് ചവിട്ടി വിടറോ, നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമോ? അപ്പോൾ ഒന്ന് മിണ്ടാവിച്ചോടാ. ഞാൻ വളരെ നല്ല സ്പീഡിലാണ് ചവിട്ടി വിടുന്നത്. അപ്പളാ ഇനി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ പോകും കേട്ടോ. എന്തിനാ ഗിയറില്ല മാങ്ങ. അല്ല പിന്നെ എൻ്റെ പൊന്നു മൈക്കിള് ഓടിച്ച് മുണ്ടവരൂടോ. എടാ വിജയ് വരൂല്ലേടാ, ഒന്ന് പെട്ടെന്ന് പോട്ടെ. അതിനിവിടെ വന്നില്ലല്ലോ. ഹായിടാ മൈക്കിളെ, ഡ്രൈവറെ, നിങ്ങൾ ഇതെന്തോടെ ഈ തൊപ്പിയൊക്കെ വെച്ചേക്കുന്നത്? ഇല്ലെന്നല്ല മങ്കി ക്യാപ്പ് വെക്കുന്നതായിരുന്നു. പിന്നെ തണുക്കുന്ന നിനക്ക് മനസ്സിലാവും എനിക്കിപ്പോ തണുക്കുന്ന ലെവൽ എത്രയാന്ന്. അത് നിനക്ക് മനസ്സിലാവൂലോ ഫ്രാങ്കല്ലേ. എടാ അത് വിടറോ. എടാ ഫ്രാങ്കല്ലേ, നമ്മുടെ തലപതിക്ക് വേണ്ടി നീ എന്നാക്കിയ സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ, ഒന്നും പറയാവോ? എന്തൊക്കെ സംഭവങ്ങളാ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയാവോ? എന്തേലുമൊക്കെ ആണെങ്കിൽ ചെയ്യണ്ടേ. നിർത്തി അങ്ങ് അപമാനിക്കുമല്ലേ. കണ്ടോടാ, ഇത് കണ്ടോ, ഈ വണ്ടി കണ്ടോക്കടാ. ഞാൻ ഈ വണ്ടി എത്ര കഷ്ടപ്പെട്ട് ഒപ്പിച്ചതെന്നറിയോ? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, നമുക്ക് ഈ വണ്ടിയിലാണ് പോകുന്നത്. എപ്പോഴാണ് ഓഡിയോ ലോഞ്ചെന്ന് നിനക്കറിയോ? ഗൈസ്, നമ്മൾ ഓഡിയോ ലോഞ്ചിൻ്റെ ആ സമയമാകുമ്പോഴാണ്. പിന്നെ നമുക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് നമുക്കുണ്ടിപ്പം. പിന്നെ വേണ്ടത് നമ്മുടെ അണ്ണന് സേഫ്റ്റി. ക്രൗഡെല്ലാം ഉള്ളതുകൊണ്ട് സേഫ്റ്റിയാണ് മുഖ്യം. സേഫ്റ്റി മുഖ്യം പിക്കില്ലേ, അതുകൊണ്ട് പോലീസിനെ കുറച്ച് വെച്ചേക്കാം. പിന്നെ ഉള്ളത് അതന്നെ ബോഡി ഗാർഡ്സ് വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? ഇത്രയൊക്കെ മതി. ഇത്രയാണ്ടാ വേണ്ടത്. അണ്ണ, വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം. ഗേസ്, നമ്മുടെ അണ്ണൻ വന്നിട്ടുണ്ട്, തലപതി വന്നിട്ടുണ്ട് ഗേസ്. തലപതി ഇവിടെ എന്തൊക്കെയോ പറയുവാണ് ഗേസ്. നമുക്ക് തലപതിനെ കൺവിൻസ് ചെയ്യാം. അണ്ണ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സേഫ്റ്റി அரேஞ்ச் பண்ணிருக்கு. പിന്നെ നല്ല നല്ല വണ്ടി அரேஞ்ச் பண்ணிருக்கு. അണ്ണനോട് സുരക്ഷിത മുഖ്യം ബിയിലേ. ഗേസ്, അണ്ണൻ പോയോ? ഗേസ്, ഇവന്മാരും ഉണ്ട് ഗേസ് നമ്മുടെ കൂടെ. നമ്മളാണ് വിജയുടെ കൂടെ പോകുന്നത് ഗേസ്. വേറെ ആരോടും പറയണ്ട കേസ്, നമ്മളാണ് കേസ് നമ്മുടെ വിജയ് അണ്ണൻ്റെ കൂടെ പോകുന്നത്. നമ്മുടെ ട്രെവറും മൈക്കിളും ഉണ്ട് കേസ്, എന്നാലും നമ്മളാണ് കേസ് കൂട്ടത്തിൽ മെയിൻ ആവുന്നത്. എന്താണെന്നറിയോ കേസ്? അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേസ്. പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെക്കോർഡിങ്സും വിഷ്വൽസും തമ്മിൽ ചിലപ്പോൾ സിങ്ക് ആവാതെ പോകും. കാരണം ഞാൻ ഇത് നമ്മൾ റെൻഡർ ചെയ്തപ്പോൾ ഭയങ്കര എന്തോ എററൊക്കെ വന്നു പോകുമായിരുന്നു കേസ്.
ഞാനിതിപ്പോഴാണ് ശ്രദ്ധിച്ചേ. സോ ഞാനിപ്പോൾ കാണിക്കുന്ന വിഷ്വലും അതും വ്യത്യാസം വരുമായിരിക്കും. നമ്മുടെ അണ്ണൻ തലപതി ഒരു പേര് വരലാറ് അരിച്ചാലും മുടിയാതെ നമ്മ മക്കൾ ജനനായകൻ ഒരു പേര് വരലാറ് അരിച്ചാലും മുടിയാതെ നമ്മ മക്കൾ ജനനായകൻ ഒരു പേര് മുടിയാതെ അരിച്ചാലും മുടിയാതെ രാവണമവണ്ട തിരികളിൽ സവണ്ട ഒത്തിരി നക്കലും അവണ്ട 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 ഉള്ളവന്റെ പാരടി അണ്ണാരും ഗൈസ് നമ്മുടെ തലപതി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഓഡിയോ ലോഞ്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ജനനായകൻ്റെ റിലീസ് ഡേറ്റ് വരെ ഇപ്പം നമ്മുടെ തലപതി ഇതിൻ്റെ അകത്ത് കൗണ്ട് ഡൗൺ വരെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മളിവിടെ വലിയ വൻ സെറ്റപ്പായിട്ടാണ് ഗൈസ്. നമ്മുടെ ലോസ് ആൻഡോസിൽ ജനുവരി 14 ഗൈസ് എത്തുന്ന പടം. വിജയ് ദേവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. நம்ம ஆளுங்களுக்கு நம்ம பார்த்தா ஒரு உசிறு தாண்டே. இன்னைக்கு உன்னை பார்த்தா மக்கள் மாதிரி இது என்னோட கடைசி ஃபிலிம் தானே. அது வச்சு நான் ஃபிலிம் கரியராக விட்டு போகிறேன். அந்த இருந்தாலும் நீங்கள் எல்லாரும் தந்த சப்போர்ட்டுனால் சாருக்குமே மறக்க முடியாது. ஸோ உள்ள வந்த பாவடி அண்ணன் தளபதி என்னும் ரதம் அது அந்த ரகம் அது அண்ணா எங்கே ஏரியாலும் இந்த லாஸ் ஆண்டோஸ் கூட தமிழ்நாடு கூட கேரளா கூட எங்கே ஆனாலும் அந்த சவுண்டு முடியும். அந்த சவுண்டு உங்களால் முடியும். நம்ம நாடோட ஆட்சி, நம்ம நாடுக்கு வெள்ளம் அசிப்பு, நம்ம நாடோட ஜீவன் அது உன்னோட நம்ம கையில் இருக்கு. அப்போ என் நெஞ்சில் குடியிருக்கும் நண்பர்களே, இதன் கடைசி ஸ்பீச் தானே. ஒன் ലാസ്റ്റ് സ്പീച്ച് ഗൈസ്. നമ്മുടെ അണ്ണൻ്റെ സ്പീച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അണ്ണൻ പോവാണ് ഗൈസ്. എനിക്ക് ശരിക്കും വിഷമമായിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ പോവാണ് ഗൈസ്. അണ്ണൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അണ്ണൻ്റെ രാഷ്ട്രീയം ഇവിടെ ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ അണ്ണൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. പിന്നെ നമ്മുടെ അണ്ണൻ്റെ പാർട്ടി ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നെ എൻ്റെ അണ്ണൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒറ്റ ബട്ടനുണ്ട്, അത് മാത്രം നിൽക്കിയാൽ മതി ഗൈസ്. അപ്പം നാളെ ഇനി കാണാം. തലപതി വിജയ് ഫ്രാങ്കിളിന്റെ വീട്ടിൽ വന്നതെന്തിന് ഈ ഏരിയ മുഴുവൻ ജനത്തിരക്കാണ്. ആ കള്ള ഫ്രാങ്കിൽ എന്നെ വിജയ് വന്നപ്പോ കൊണ്ടുപോയി ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഗൈസ്. ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്നെ റോക്കി ബായുടെ ഹാപ്പി ബർത്ത്ഡേ ഒരുമിച്ച. പക്ഷെ എനിക്ക് ആരും എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല ഗൈസ്. അയ്യോ എന്റെ സൗണ്ട് പോയല്ലോ ഗൈസ്. എന്നോട് ഇന്ന് ആരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. കൊച്ചു ടിവി പോലും എന്റെ ബർത്ത്ഡേ ആ ഫ്രാങ്കിൽ കിട്ടിയില്ല. ചീത്ത ഫ്രാങ്കിൽ ഇരിക്കുന്നു ഇവിടെ. അവനോട് വാമപ്പ് അടിച്ചോണ്ടിരിക്കുന്നു. എടാ ഫ്രാങ്കിലെ നീയൊക്കെ എന്ത് ഫ്രാങ്കിലാണോ ഫ്രാങ്കിലെ നിനക്ക് എന്റെ ബർത്ത്ഡേ ഒരു കൊച്ചു ടിവിക്കകത്തേലും ഇട്ടുവിടായിരുന്നു. നീ ഇന്ന് മനുഷ്യനാടാ? നീക്ക് മനുഷ്യനാണോടാ ഫ്രാങ്കിലെ? എടാ ചിഞ്ചനെ നിനക്ക് എന്തുവാടാ? ഓ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ ഗേസ്. ഞാൻ മറന്നുപോയി ഗേസ്. എൻ്റെ ബർത്ത്ഡേ ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ 1000 പേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എടാ ചിഞ്ചാനെ നിൻ്റെ ബർത്ത്ഡേ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. നിൻ്റെ അച്ഛനും അമ്മയും വരത്തില്ല എന്നുള്ളതിൽ ഞാൻ അത് ഒന്നും അല്ലാത്ത വേറൊരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അയാൾ വന്നാൽ നിൻ്റെ സകല വിഷമവും പോവും. ആദ്യം നീ പോയി റെഡിയായിട്ട് വാ. നീ പോയിട്ട് റെഡിയായിട്ടൊക്കെ വാ. ഞാൻ അന്നേരത്തേക്കും വരാം. അയ്യോ ഇവനെന്തോ ഉണ്ണിക്കണ്ണ മകളടാമോ? എടാ പോടാ. ഇവൻ ഗൈസ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. പോടാ ഇറക്കാ പോയി. ഗൈസ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടെ രാവിലെ ആയിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ ഒരു കോട്ടൺ സൂട്ടും ഒക്കെ എടുത്തേ. ഞാൻ കുറേ ദിവസമായി ഗൈസ് ഈ ലുക്ക് തന്നെ ഇട്ടിട്ട്. ഇത് വേണ്ട. ഇത് കുഴപ്പമില്ല ഗൈസ്. ഇതൊരു പാർട്ടി വെയറാ. ഇതെടുക്കാം ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ഷിൻജാനോട് പറയണ്ട. നമുക്ക് നൈസായിട്ട് പറയാം ഗൈസ്. ഇവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വലിയൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു സെലിബ്രിറ്റിയാണ്.
അത് ആരാന്ന് ഇവൻ അറിയത്തില്ല ഗീസ്. ഭാഗ്യം. എടാ ഷിൻചാനെ വാടാ പോവാം. ഞാൻ നിന്റെ ബർത്ത്ഡേക്കുള്ള എല്ലാ സംഭവവും ചെയ്യട്ടെ. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്. അയാൾ വരുമോയെന്നറിയത്തില്ല. അയാൾ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ഇവിടെ റേഡിയോയ്ക്കകത്ത് പോലും ഒന്നുമില്ല ഗീസ്. നമ്മളിപ്പം എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാം ഗീസ്. അല്ലെങ്കിലും നമുക്ക് പോവാം. എനിക്കറിയാം ആരാ വരുന്നതെന്നൊക്കെ. എനിക്കറിയാട്ടോ ഫ്രാങ്കിളി ആരാ വരുന്നതെന്ന്. എനിക്കറിയാം, എന്റെ അച്ഛനും അമ്മയല്ലേ വരുന്നത്. അല്ലേ നീ എന്തിനാ എയർപോർട്ടിൽ പോകുന്നത്? ഇപ്പൊ നീ വണ്ടിയുടെ ഇടയ്ക്ക് കയറ്റിയേനെ. സത്യം പറ ഫ്രാങ്കിളി, സത്യം പറ. എന്റെ അച്ഛനും അമ്മയല്ലേ വരുന്നേ. അവരാന്ന് എനിക്കറിയാം. പിന്നെ അതല്ലേ അവർക്ക് പണി. എടാ അവരൊന്നും അല്ല, വേറൊരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, അവരെ ഒന്നും കൊണ്ടുവരാൻ പറ്റൂല. അവരൊക്കെ ഞാൻ കുറേ വിളിച്ച. ഗൈസ് ഇതിലേ പോകണം. ഷിൻചാൻ്റെ പേരൻസിനെയൊക്കെ ഞാൻ കുറേ വിളിച്ചതാണ്. അവർ വരത്തില്ല ഗൈസ്. ഇങ്ങോട്ട് വരാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. അതായത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ലെന്നാണ് അവർ പറയുന്നത്. അയ്യോ മാറിക്കണം ഗൈസ്. ഈ ഹൈവേ പോലത്തെ ഇതിലൊക്കെ പോകുമ്പോഴത്തേക്കും, ഇത് ഹൈവേ അല്ല, എന്നാലും ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഗൈസ് ഇവന്മാർക്ക് എന്തുവാ ഇങ്ങനെ കൊണ്ടുവന്ന്. കുറേ ടാക്സിക്കാരന്മാരുണ്ട് ഗൈസ് നമ്മുടെ ലോസ് ആഞ്ചലസിൽ. കുറേന്ന് പറഞ്ഞാൽ കുറേ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ എയർപോർട്ട് ആയതുകൊണ്ടാണ് ഗൈസ് ഇഷ്ടം പടി ഇതുണ്ട്. ഇത് ഒരു കാലത്തും തുറന്നില്ല ഗൈസ്. ഞാൻ എന്നേലുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അന്നൊന്നും ഇത് തുറന്നില്ല. നമുക്കതങ്ങ് ഇത് പിന്നെയും തുറക്കും കേട്ടോ. മറ്റേ സംഭവം പോകത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അത് എയർപോർട്ടിലേയും പോകത്തില്ല, നമ്മുടെ മിലിറ്ററി ബേസിലും പോകത്തില്ല ഗൈസ്. പിന്നെ നമ്മുടെ സൗണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ട്, ക്ഷമിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് മാക്സിമം നോക്കാം. അല്ല ഷിൻചാനെ, നമ്മളിവിടെ വണ്ടി നിർത്തുവാണേ. അയാൾ പ്ലെയിനിലാണ് വരുന്നത്. നിനക്കിഷ്ടമുള്ള ഒരാളാണ്, ഞാൻ അത്രയും പറഞ്ഞേക്കാം. നീങ്ങ് വാ, എൻ്റെ കൂടെ വാ, ഞാൻ ആ ആളെ കാണിച്ചു തരാവേ. എന്താ ആൾ ഇവിടെ. അയ്യോ ഗൈസ്, വണ്ടിയുടെ കോല് നോക്ക്. ഓരോരുത്തന്മാർ കൊണ്ടുവന്ന് ചാർജ് തരുന്നു ചുമ്മാ. എടാ വാടാ, ഞാൻ ആ ആളെ വിളിക്കാൻ പോവാ. ഹലോ അണ്ണാ. இன்னைக்கு ஒரு 1 ஹவர்ல நாங்க லேண்ட் ஆகி நான் உங்க எல்லாரையுமே பார்த்துட்டு உங்க எல்லாரையும் மீட் பண்ணி நான் பேசுறேன். എടാ ഷിൻചാനെ, ഇപ്പം നിനക്ക് സന്തോഷമായടോ? ഗൈസ്, ചെക്കനാണെങ്കിൽ രാവിലെ തൊട്ട് സങ്കടപ്പെടുത്തിയിരിക്കുമായിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് ആരും വന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ഗൈസ്, അങ്ങനെ ആ സംഭവം അങ്ങ് നമ്മൾ നികത്തി കൊടുത്ത്. അയ്യോ ജസ്റ്റ് മിസ്സിൽ പിടിച്ചേനെ. അണ്ണാ, ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. ഷിൻചാനെ, അപ്പം ഗൈസ് ഇനി ആഘോഷങ്ങൾ മാത്രമാണ്. അപ്പം തുടരും. എന്റെ വിജയ് അണ്ണന്റെ ബിഗ് ഫാനാ. ഉള്ള വന്നപ്പോ റെഡി അണ്ണയുടെ തലപതി. എങ്ങനാവേ കച്ചേരി തലപതി കച്ചേരി അണ്ണാവേ ജനമാവേ പഠിച്ചാവേ പാകട്ടാണ് കച്ചേരി തലപതി കച്ചേരി ഭർത്ത വിട്ട് വരുത്തതിനെ കൊണ്ടാടലാമാ. ഒരുത്തനും പാടാണ്ടേ തിരിക്കിട്ട് പോരാണ്ടേ തിലക്കില്ലുമാ തലപതി പ്ലാസ്റ്റിക്. എങ്ങനാവേ കച്ചേരി തലപതി കച്ചേരി மனசு கட்டா பேசணுமா வைஃபை பண்ணால மலை பிசாய் மக்களை பிசாய் பிசாயே நம்மளை பிசாய் மக்களை பிசாய் பிசாய் நம்மளை பிசாய் மக்களை பிசாயே നമ്മളെ അണ്ണാ ഇങ്ങോട്ട് കയറി വന്നോ? ഓ എന്റെ വിജയ് അണ്ണാ, ഒരു പേര് വരലാറ് അടിച്ചാലോ മുടിയാത് നവമക്കൾ ജനനായകൻ അടിച്ചാലോ മുടിയാത് അറിയാലോ മുടിയാത് അടിച്ചാലേ നല്ല മക്കള്
ഓ തരത്തിട്ട് പോരാതെ തിരിക്കിട്ട് പോരാതെ തലക്കലുമാ തലപതി ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് രാവണമാവണ്ട ഒറ്റയിലക്കിട് പാവണ്ട രാവണമാവണ്ട ഒറ്റയിലക്കിട് പാവരട രാവണമാവണ്ട ഒറ്റയിലക്കിട് പാവരട അണ്ണാ അണ്ണന് വേണ്ടി എനിക്ക് ഇത്രയും പാടാൻ പറ്റില്ല അണ്ണാ. ഗൈസ് അങ്ങനെ ഇപ്പം നമ്മൾ ഷിൻജാൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ് ഗൈസ്. അണ്ണാ കട്ട് ചെയ്തോളൂ ഗൈസ്. ഇത്രയും കേക്ക് എന്ന് വെച്ചാൽ നടുക്കത്തെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. സോ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗൈസ്. പിന്നെ നമ്മുടെ അണ്ണൻ നാളെ തീർപ്പ് തൊട്ട് നമ്മുടെ അണ്ണൻ എത്ര കഷ്ടപ്പാടിലൂടെ ഞാൻ കടന്നു പോയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഗൈസ്. പല പല മാസികളിലും അണ്ണനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അറിയാം. അങ്ങനെ സ്വന്തമായിട്ട് കരിയർ ബിൽഡ് ചെയ്ത് അങ്ങനെ മെറിറ്റിൽ വന്നതാണ് നമ്മുടെ വിജയണ്ണൻ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അണ്ണൻ ഇപ്പോൾ സിനിമ വിട്ട് പോകാൻ പോവുക. എന്തൊക്കെ ആണെങ്കിലും നമ്മുടെ ആരാധകരുടെ മനസ്സിൽ പൊളിറ്റീഷ്യൻ ആയാലും ആക്ടർ ആയാലും നമ്മുടെ അണ്ണൻ അത് ഉള്ള വന്ന പവറടി അണ്ണയാര് തലപതി. അണ്ണൻ എപ്പോഴും നമ്മുടെ തലപതി തന്നെയായിരിക്കും, അതിനൊരു മാറ്റമില്ല. പിന്നെ ഈ ജനനായകൻ ഇന്ന് ഇപ്പോൾ അതായത് പോസ്റ്റ്പോണ്ട് ചെയ്തത് എങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ ഹൈപ്പിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പരാശക്തിയായിട്ടൊക്കെ ക്ലാഷ് വെച്ചിട്ട് പോലും പോരാന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യൻ സിനിമനെ തന്നെ അടയാളപ്പെടുത്തിയ പ്രഭാസിൻ്റെ രാജാ സാബിനോട് വരെ ക്ലാഷ് വെച്ചേക്കുവാണ് നമ്മുടെ സ്വന്തം ജനനായകൻ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അണ്ണൻ്റെ ഗട്ട്സും അണ്ണൻ്റെ ഫാൻ പവറും. സോ ഇനി എന്തൊക്കെ സെൻസർ ഇഷ്യൂസ് ഉണ്ടായാലും 14-ാം തീയതിയാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ വന്നാലും അണ്ണൻ ഈസ് എ ഹിസ്റ്ററി. ആരെക്കൊണ്ടും അത് മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ അണ്ണൻ എന്നുള്ള ആ ഒരു ഇമേജ് അണ്ണൻ ഒറ്റ സിനിമ കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതാണ് നമ്മളിപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആണെങ്കിലും തമിഴ്നാട്ടിലുള്ളവരാണേലും അണ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ണൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അത് സിനിമയിൽ ഇപ്പോൾ ആരാണേലും ഇപ്പം എനിക്ക് നമ്മുടെ അണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയണ്ണൻ മാത്രമേ ഉള്ളൂ. സോ ഐ ആം എ ഡൈ ഹാർട്ട് വിജയണ്ണൻ ഫാൻ. അപ്പം നമ്മുടെ തലപതിയുടെ KGF ഇനി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അണ്ണൻ്റെ എലക്ഷൻ പാർട്ടി എല്ലാം ജയിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ അകത്ത് കുറേ പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിലാണെങ്കിലും ഈസിൻ്റെ സൗണ്ടും പോയിരിക്കുകയാണ്. സോ അപ്പം നമുക്ക് 9-ാം തീയതി മുട്ടേ നമുക്ക് എന്തായാലും നമ്മുടെ ജനനായകൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം.